സ്ത്രീകളുടെ സഹന സമരത്തെ പോലും അനാശാസ്യമെന്ന് ആക്ഷേപിക്കുന്ന എം മണിയെ എന്തിന് മന്ത്രിയായി തുടരാൻ അനുവദിക്കണം? ശ്രീ ചന്ദ്രപാൽ, ഇന്ന് പൊമ്പിളൈ ഒരുമയുടെ സമരം വീണ്ടും മൂന്നാറിൽ തുടങ്ങിയിരിക്കുകയാണല്ലോ. ഇതാകട്ടെ മന്ത്രി എം മണി നേരിട്ട് വന്ന് മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് CPI ഇടുക്കി നേതൃത്വം ഈ സമരത്തെ പിന്തുണയ്ക്കുന്നുണ്ടോ? AITUCയുടെ നിലപാട് എന്താണ്? മന്ത്രി എം മണി മൂന്നാറിൽ നേരിട്ടെത്തി മാപ്പ് പറയണം എന്ന നിലപാടാണോ മൂന്നാറിൽ AITUCക്കുള്ളത്? ശ്രീ മഞ്ജുഷ്, ആദ്യമേ തന്നെ സൂചിപ്പിക്കുകയാണ്, ഈ പെമ്പിളൂരിയുടെ സമരത്തെ ഒരിക്കലും AITUCയോ CPIയോ അനുകൂലിക്കുന്നില്ല. കാരണം ഇന്നിവർ ചെയ്യുന്ന സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത സമരത്തിന് അതൊരു മോശം പ്രഖ്യാപനമായിട്ട് മന്ത്രി നടത്തുന്നതിൽ ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ്. എന്നാൽ അദ്ദേഹം ഇരിക്കുന്ന സമരത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, ആ സമരത്തോട് ഞങ്ങൾ ഇരിക്കാനും പോകുന്നില്ല. എന്നാൽ CPIക്ക് ആയിക്കോട്ടെ AITUC കൃത്യമായ നിലപാടുണ്ട്. ഒരു സ്ത്രീയും തോട്ടം തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്ന ഒരു സ്ത്രീയെയും ഞങ്ങളുടെ അമ്മയും പെങ്ങളെയും ആരെയും മോശമായിട്ട് പ്രഖ്യാപിക്കരുത്. അതുമാത്രമാണ് ഞങ്ങളുടെ ഭാഗത്തുള്ള ഒരു ആദ്യത്തെ അപ്രോച്ച് എന്ന് പറയാൻ സാധിക്കും. പിന്നെ ഈ സമരം എന്ന് പറയപ്പെടുന്നത് ഇപ്പം 6-7 പേര് അടങ്ങുന്ന ഒരു സമരമാണ് നടക്കുന്നത്. എന്നാൽ ഈ ഒരു സമരത്തിന് ന്യായമെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. കാരണം ശ്രീമതി ഗോമതിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ സമരം എന്ന് പറയപ്പെടുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാട് എന്ന് പറയുന്നത് സ്വന്തം താല്പര്യത്തിന് വേണ്ടിയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ശ്രീ ചന്ദ്രപാൽ, എം മണി പറഞ്ഞ വാക്കുകൾ ഇന്ന് പൊമ്പിളൈ ഒരുമൈ സമരത്തെ ആകമാനം, പൊമ്പിളൈ ഒരുമൈ സമരത്തെ, അത് ഇപ്പോഴത്തെ പൊമ്പിളൈ ഒരുമൈ സമരത്തെ അല്ല, മാസങ്ങൾക്ക് മുൻപ് നടന്ന, ഇപ്പോൾ ഏതാണ്ട് 1 വർഷം പൂർത്തിയായിരിക്കുകയാണല്ലോ പൊമ്പിളൈ ഒരുമൈ സമരം മൂന്നാറിൽ നടന്നിട്ട്. തോട്ടം തൊഴിലാളി സ്ത്രീകൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെയും ഒരു ട്രേഡ് യൂണിയനുകളെയും അടുപ്പിക്കാതെ ഒറ്റയ്ക്ക് നേടിയെടുത്ത വിജയം, അതാണല്ലോ പൊമ്പിളൈ ഒരുമൈ സമരം. ആ സമരത്തെ ആകമാനമാണ് മന്ത്രി എം മണി ആക്ഷേപിച്ചിരിക്കുന്നത്. അതിനെ താങ്കൾ എതിർക്കുന്നു എന്നാണോ പറയുന്നത്? അതോ ഇന്നിപ്പോൾ ഇരിക്കുന്ന ഈ 6 പേർ മാത്രമാണ് ഈ സമരരംഗത്തുള്ളത്, അതുകൊണ്ട് അതിനെ ഞാൻ അംഗീകരിക്കുന്നില്ല എന്നാണോ? അല്ലേ, അല്ല, ഞാൻ അത് പറയുന്നില്ല. ജനാധിപത്യ ഒരു സമൂഹത്തിൽ സമരം ചെയ്യുന്ന 5, 6 അല്ലെങ്കിൽ 10 അതിനെല്ലാം അംഗീകരിക്കപ്പെടണം, യാതൊരു സംശയമില്ല. എന്നാൽ ഞാൻ പറയട്ടെ, താങ്കൾ ആദ്യമേ സൂചിപ്പിച്ചു ഒറ്റയ്ക്ക് നേടിയ വിജയം. ഒരിക്കലുമല്ല. കാരണം അംഗീകൃത ട്രേഡ് യൂണിയനുകൾ INTUC ആയിക്കോട്ടെ, AITUC ആയിക്കോട്ടെ, CATU തുടങ്ങിയുള്ള പ്രതിനിധികളുടെ ചർച്ചയിലാണ് ഇത്തരത്തിലുള്ള ഒരു പരിഹാരം നേടാൻ സാധിച്ചത്. ഒരിക്കലും അത് ഒറ്റയ്ക്കാണ് ചെയ്തതെന്ന് പറയാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം അവർ ഒറ്റയ്ക്ക് തന്നെയാണ് സമരം ചെയ്തത്, അങ്ങനെ തന്നെയാണ് ഒരു ട്രേഡ് യൂണിയനുകളെയും അടുപ്പിക്കാതെ തന്നെയാണ് അവർ സമര വിജയം നേടിയെടുത്തത്. ശ്രീ ആനത്തലവട്ട മാനന്ദൻ, എം മണി മന്ത്രിയായ സമയത്ത് തന്നെ പാർട്ടി കർശനമായ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നുവല്ലോ, വാവിട്ട വാക്ക് ഉണ്ടാകാതെ ശ്രദ്ധിക്കണമെന്ന്. എം മണി ഇപ്പോൾ ആ നിർദ്ദേശം അനുസരിച്ചിട്ടില്ല എങ്കിൽ അത് പാർട്ടിയുടെ കൂടി പരാജയമല്ലേ? താങ്കൾ കൂടി ഉൾപ്പെട്ട പാർട്ടി സെക്രട്ടേറിയറ്റിന്റെ കൂടി പരാജയമല്ലേ? എം മണി ഏതെങ്കിലും പെശകായ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ പരാജയമാണ്. അദ്ദേഹത്തിന് മാത്രം പരാജയമോ? അദ്ദേഹത്തിന് മാത്രം പരാജയമാണ്. അദ്ദേഹത്തെ തീരുമാനിച്ച പാർട്ടി അക്കാര്യത്തിൽ വഴിവിട്ട വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് വിധമായ നടപടികൾ സ്വീകരിക്കും. ഇവിടെ നിങ്ങൾ ഈ പെൺപിള്ള ഒരുമ സമരം മഹാവിജയമായിരുന്നു എന്ന് മഞ്ജുഷ് പറയുകയുണ്ടായല്ലോ. ആ സമരത്തിന് അന്ത്യം നമ്മളെല്ലാവരും കണ്ടതല്ലേ. അവിടെയുള്ള സംഘടിത ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം അവസാനം ആ സമരത്തിൽ ഇടപെട്ടിട്ടാണ് ആ സമരം തീർപ്പിലെത്തിയത്. പെമ്പിള ഒരുമയ്ക്ക് എങ്ങും എത്താൻ സാധിച്ചില്ല. അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇന്ന് മന്ത്രി ആ സമരത്തെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? അദ്ദേഹം തികച്ചും അനാശാസ്യമായ നടപടികളാണ് ആ സമരത്തിനിടെ ഉണ്ടായി എന്ന പരാമർശമാണ് നടത്തിയത്. അവിടെ കള്ളുകുടിയും മറ്റേ പണിയുമായിരുന്നു എന്നാണ് അദ്ദേഹം പരാമർശം നടത്തിയത്. അത് ശരിയായ പരാമർശമാണോ അദ്ദേഹം നടത്തിയത്? അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ അദ്ദേഹം പരാമർശം നടത്തിയെങ്കിൽ അത് പാർട്ടി സെക്രട്ടേറിയറ്റിന്റെ കൂടി പരാജയമാണ്, അദ്ദേഹത്തെ ഈ മന്ത്രിപ്പണിയിലേക്ക് വിട്ടതിനുള്ള. അതിപ്പം മഞ്ജുഷ് ഇപ്പോഴാണ് അത് ചോദിക്കുന്നത്. അതിന് ഞാൻ മറുപടി പറയാം. ആ പെമ്പിള സമരത്തെക്കുറിച്ച് മണി പറഞ്ഞതിനോട് ലെവലേഷൻ നമുക്ക് ആർക്കും യോജിപ്പില്ല. അത് പറയാൻ പാടില്ലാത്ത വാക്കാണ് പറഞ്ഞത്. സാധാരണ ഇതിന് മുമ്പ് മുതലാളിമാർ പറയുമായിരുന്നു, പെൺപിള്ളവർ ആണായാലും പെണ്ണായാലും തൊഴിലാളി സംഘടനയിൽ നിൽക്കുന്ന ആൾക്കാർ, പെണ്ണുങ്ങളും തൊഴിലാളികളും സ്ത്രീകൾ ഉൾപ്പെടെ സമരത്തിന് പോകുമ്പോൾ അവർ വേറെ ആവശ്യത്തിനാണ് പോകണമെന്ന് പറഞ്ഞ് പണ്ട് മുതലാളിമാർ ആക്ഷേപിക്കുമായിരുന്നു. അതുപോലെ ഒരു പരാമർശം നമുക്ക് തൊഴിലാളി സമരങ്ങളെക്കുറിച്ച് പറഞ്ഞുകൂടാ.
തൊഴിലാളി സമരങ്ങളിൽ ആണും പെണ്ണും എല്ലാം ഒരുമിച്ച് നടന്ന സമരങ്ങളാണ് വിജയിച്ചിട്ടുള്ളത്. അതിൽ പങ്കെടുക്കുന്ന തൊഴിലാളികളെക്കുറിച്ച് ആക്ഷേപം മുതലാളിത്ത ശക്തികൾ പറയുമായിരുന്നു. ആ ഭാഷ നമുക്ക് ഉപയോഗിച്ചുകൂടാ. അത് മണി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്നുള്ളത് തന്നെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒട്ടും വൈകാതെ പ്രതികരിക്കുകയുണ്ടായിട്ടുള്ളത്. ഒരാൾ അദ്ദേഹത്തിൻ്റെ നിലവിട്ട് ഏതെങ്കിലും സംസാരിച്ചതിനെക്കുറിച്ച് പരിശോധിച്ച് അതിനുചിതമായ നടപടികൾ സ്വീകരിക്കലല്ലാതെ വേറെന്താ മാർഗമുള്ളത്? അത് കാര്യത്തിലും തീർച്ചയായും ഇടപെടുകയാണ്. ഇപ്പോൾ ആരോഗ്യമന്ത്രി കെ ശൈലജ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീമതി കെ ശൈലജ, താങ്കളുടെ നിലപാട് എന്താണ്? മന്ത്രി എം മണി ഇന്ന് പൊമ്പിളൈ ഒരുമൈ സമരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് വിപ്ലവ സമരങ്ങളിലൂടെ പാർട്ടിയുടെ ഉന്നത തലങ്ങളിലേക്ക് എത്തിയിട്ടുള്ള CPM-ന്റെ പ്രമുഖ വനിതാ നേതാക്കൾക്ക് കൂടിയുള്ള മുന്നറിയിപ്പായിട്ട് അദ്ദേഹം പറയുന്ന പോലെയാണ് പൊതുസമൂഹം കാണുന്നത്. കാരണം അവരെ കൂടി ഉന്നം വെക്കുന്നതായി പൊതുസമൂഹത്തിന് തോന്നും, അവരെ കൂടി സംശയത്തിന്റെ നിഴലിലാക്കുന്നതായി പൊതുസമൂഹത്തിന് തോന്നും. ഞാൻ ഈ പറയുന്ന പ്രസ്താവന നേരിട്ട് കേട്ടിട്ടില്ല. നിങ്ങളുടെ ഈ ചർച്ചയുടെ ഒക്കെ ഭാഗമായിട്ട് ചോദിക്കുമ്പോഴാണ് കേൾക്കുന്നത്. ആ പറയുന്നത് പോലെ സ്ത്രീകളെ അവമാനിക്കുന്ന എന്തെങ്കിലും ആ പ്രസ്താവനയിൽ ഉണ്ടെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള തെറ്റാണ്. അത് മുഴുവൻ കേൾക്കാതെ എനിക്ക് അതിനപ്പുറത്തേക്ക് പറയാൻ സാധിക്കുന്നില്ല. നമ്മളെല്ലാം സംസാരിക്കുമ്പോൾ ഭാഷ വളരെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കണമെന്നുള്ള സൂചന കൂടിയാണിത്. എന്താണ് ഉദ്ദേശിച്ചതെന്നും എന്താണ് പറഞ്ഞതെന്നും വ്യക്തമായിട്ട് ആ പറഞ്ഞത് അനലൈസ് ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അതിലേതെങ്കിലും തരത്തിൽ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ സ്ത്രീകളെ അപഹസിക്കുന്ന പരാമർശമുണ്ടെങ്കിൽ അത് അങ്ങേയറ്റത്തെ തെറ്റാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ മന്ത്രി വന്ന് മാപ്പ് പറയാതെ എഴുന്നേറ്റ് പോവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാർ ടൗണിൽ സ്ത്രീകൾ സമരം നടത്തുകയാണ്. മന്ത്രി അവിടെ ചെല്ലുകയും മാപ്പ് പറയുകയും ചെയ്യേണ്ടതില്ലേ? ഞാൻ പറയുന്ന ആ പ്രസ്താവനയെല്ലാം പരിശോധിച്ച് കൂട്ടായിട്ട് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. എനിക്കിപ്പോ അത് വ്യക്തമായിട്ട് അതിന്റെ ഓഡിയോ ഞാൻ കേട്ടിട്ടില്ല. അത് വ്യക്തമായിട്ട് അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അങ്ങനെ കടന്നു പറയാൻ എനിക്ക് സാധിക്കുകയുള്ളൂ. പക്ഷേ സ്ത്രീകളെ അപഹസിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ കേൾക്കേണ്ടെന്ന് ആവശ്യമില്ല. അതുണ്ടെങ്കിൽ അത് അങ്ങേയറ്റത്തെ തെറ്റാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹം അവിടെ പോയി മാപ്പ് പറയണം എന്ന് തന്നെയുള്ള നിലപാടെടുക്കാൻ എന്തുകൊണ്ട് മന്ത്രി കെ ശൈലജയ്ക്ക് കഴിയുന്നില്ല? അല്ല, ഞാനത് കേട്ടിട്ട് അത് മുഴുവൻ കേട്ട് കഴിഞ്ഞാലല്ലേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അത് കേട്ട് കഴിഞ്ഞാൽ അത് അത്രയും ഗുരുതരമായിട്ടുള്ള തെറ്റാണെന്ന് താങ്കൾ കേട്ടില്ല എങ്കിൽ ശ്രീമതി കെ ശൈലജ, താങ്കൾക്ക് തിരക്കുണ്ട് മന്ത്രി എന്ന നിലയിൽ, അത് കേട്ടിട്ടില്ല എങ്കിൽ ഇപ്പോൾ താങ്കളെ കേൾപ്പിക്കാം, എന്നിട്ട് താങ്കൾ നിലപാട് പറയുക. അവിടെ ഇവന്റെ കൂടെയോ സബ് കളക്ടറുടെ കൂടെയാ വൈകുന്നേരം. പണ്ട് സുരേഷ് കുമാർ വന്നിട്ട് കള്ളുകൂടി കേസ് കണക്കിനായിരുന്നു ബ്രാൻഡി. എവിടെ പൂച്ച, പഴയ നമ്മുടെ പൂച്ച ഗവൺമെന്റ് ഹൗസിൽ ഗസ്റ്റ് ഹൗസിൽ കുടിയും സകല പണിയുണ്ടായിരുന്നു. പെമ്പിളെ ഒരുമ നടന്നു. അന്നും കുടിയും സകല വൃത്തികളും നടന്നിട്ടുണ്ട് അവിടെ. മനസ്സിലായില്ലേ? ആ വനത്തിൽ അടുത്തുള്ള കാട്ടിലായിരുന്നു പണി. എന്ന് ഒരു DVSP ഉണ്ടായിരുന്നു അന്ന്. എന്നാ സരിയോ? എല്ലാരും കൂടെ കൂടി ഇതൊക്കെ ഞങ്ങൾക്കറിയാം. മനസ്സിലായില്ലേ? ഞാനത് പറഞ്ഞവിടെ ചാനലുകാരും കൂടെ കൂടെ പൊറുതിയാന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ. പിന്നെ ആഹാ, പിന്നെ പുള്ളിക്ക് ഉപേക്ഷിക്കാൻ പറ്റും. ആഹാ, പിന്നെ പലതും കേൾക്കുന്നുണ്ട്. ഞാനതൊന്നും പറയുന്നില്ല. മന്ത്രി ശ്രീമതി കെ ശൈലജ, ഇതാണ് എം മണി ഇടുക്കിയിൽ പറഞ്ഞ വാക്കുകൾ. ഇനി താങ്കളുടെ നിലപാട് പറയുക. കേൾക്കുന്നുണ്ടോ ശ്രീമതി കെ ശൈലജ? മന്ത്രിയെ വീണ്ടും ടെലിഫോണിൽ ബന്ധപ്പെടാം. എന്തായാലും അവരെ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ കിട്ടുന്നില്ല. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, മന്ത്രി അവിടെ പോയി മാപ്പ് പറഞ്ഞ് ഇപ്പോൾ പൊമ്പിളൈ ഒരുമയുടെ ചില പ്രവർത്തകർ അവിടെ കുത്തിയിരിക്കുകയാണ്. അവരുടെ സമരം അവസാനിപ്പിക്കേണ്ടതല്ലേ? ഇല്ല, മന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ കാണുകൊണ്ടായി എൻ്റെ പരാമർശത്തിൽ ആർക്കെങ്കിലും വേദന തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനത് ഖേദം പ്രകടിപ്പിക്കുമെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായി. അത് അദ്ദേഹം അതിനെ സംബന്ധിച്ചുള്ള പ്രതികരണം നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇവരുടെ ആവശ്യത്തിന് അതുപോലെ തന്നെ നടത്തണോ വേണ്ടെന്നുള്ളതിനെ കുറിച്ചൊക്കെ അത് മന്ത്രി ആലോചിക്കേണ്ടതാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പരാമർശം നടത്തിയെന്ന് പറഞ്ഞിട്ട് പോയി മാപ്പ് പറഞ്ഞാലേ ഞങ്ങൾ അവസാനിക്കും. അദ്ദേഹം ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്നലെ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇവിടെ ചേർന്ന തിരുവനന്തപുരത്ത് ചേർന്ന മൂന്നാർ ഉന്നതതല യോഗത്തിലാണ്. അതായത് മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കലിനെ കുറിച്ച് മൂന്നാറിലെ റവന്യൂ ഉദ്യോഗസ്ഥരുടെയും റവന്യൂ മന്ത്രിയുടെയും സാന്നിധ്യത്തിലും ഈ പരാമർശങ്ങൾ മന്ത്രി എം മണി പറഞ്ഞിട്ടുള്ളതാണ്. അക്കാര്യം അദ്ദേഹം ആവർത്തിക്കുകയാണ് ഇടുക്കിയിൽ അണികളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഈ പ്രസംഗത്തിൽ. അതെ, അദ്ദേഹം നടത്തിയ പ്രസംഗം ഞാൻ കേട്ടിട്ടില്ല. അവിടെ നടത്തിയ പ്രസംഗം അതെന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് ഇത് വേറെ പ്രസംഗം.
ഈ പ്രസംഗം നിങ്ങൾ പറയുന്നത് മന്ത്രിയുടെ ഈ പറഞ്ഞ എല്ലാവരും കൂടെ ഇരുന്ന തിരുവനന്തപുരത്ത് നടത്തിയ അല്ലല്ല, അതല്ല, അതിതല്ല, ഇത് ഇടുക്കിയിൽ നടത്തിയ പ്രസംഗം. പക്ഷേ ആ പ്രസംഗത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ആ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ലല്ലോ. മന്ത്രി പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ മന്ത്രി താങ്കൾ പറഞ്ഞത് ഇല്ലല്ല, ഞാൻ പറഞ്ഞത് ഇവിടെ നടത്തിയ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഇവിടെ മുഖ്യമന്ത്രി പ്രസംഗമല്ല, അവിടെ പ്രസംഗമല്ല, തിരുവനന്തപുരത്ത് പ്രസംഗമായിരുന്നില്ലല്ലോ. അത് ആ ഉന്നതതല യോഗത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞപ്പോൾ അദ്ദേഹം ഇക്കാര്യവും പറഞ്ഞു. മൂന്നാറിൽ എന്ത് നടക്കുന്നു എന്ന്. മഞ്ജുഷേ, അവിടെ നടത്തിയ പ്രസംഗം ഞാൻ കേട്ടില്ല. ഇപ്പൊ ഈ പ്രസംഗം കേട്ടു. ആ കേട്ട എല്ലാ പ്രതികരണവും നടത്തി. ഈ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞുവല്ലോ, ഞാൻ അവിടെയും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ അവിടെ പറഞ്ഞതിന് ശേഷമാണ് മൂന്നാറിലെ സർവാധികാരിക്കാരനായിട്ട് എം മണിയെ നിയമിച്ചത്. അവിടെ എന്ത് കയ്യേറ്റം നടന്നാലും ആ കാര്യങ്ങളെല്ലാം മന്ത്രി എം മണിയോടുകൂടി ആലോചിച്ചിട്ട് വേണം ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് പോകാനെന്ന്. ഇക്കാര്യങ്ങളെല്ലാമാണ് അദ്ദേഹം ആ സർവകക്ഷി യോഗമല്ല ഉന്നതതല യോഗത്തിൽ പറഞ്ഞത്. അതെല്ലാം അംഗീകരിക്കപ്പെടുകയും ചെയ്തു. അവിടുത്തെ തീരുമാനം അതല്ലല്ലോ. അവിടുത്തെ ആ ജില്ലയിൽ ഒരു മന്ത്രിയുണ്ട്. ആ മന്ത്രി മറ്റു രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ആ പാർട്ടികളുടെ ആൾക്കാരുമായി ആലോചിച്ച് വേണം കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ. സംസ്ഥാനത്ത് ഒരു റവന്യൂ മന്ത്രി ഉണ്ട്. അവിടെ അല്ലാതെ ഓരോ ജില്ലയിലും നടക്കുന്ന എല്ലാ റവന്യൂ മന്ത്രി റവന്യൂ മന്ത്രിയുടെ ഇരുന്ന മീറ്റിംഗിലാണ് തീരുമാനം. റവന്യൂ മന്ത്രി തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത്, അല്ലാതെ വൈദ്യുതി വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയല്ല. അങ്ങനെ അല്ലല്ലോ നമ്മുടെ രാജ്യത്ത് ഭരണം നടക്കുന്നത്. ഓരോ ജില്ലയിലും നടക്കുന്ന പിന്നെ ജില്ലാ കളക്ടർ വേണ്ടല്ലോ, ഇവിടെ ചീഫ് സെക്രട്ടറി മതിയല്ലോ. അപ്പോൾ കയ്യേറ്റം ഒഴിപ്പിക്കണമെങ്കിൽ അവിടെ എം മണിയോട് ചോദിച്ചിട്ട് എന്നല്ലല്ലോ അതിന്റെ അർത്ഥം. എം മണി അവിടുത്തെ MLA ആണ്, മന്ത്രിയാണ്. ആ മന്ത്രിയുടെ ഉൾപ്പെടെ ഉള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതികളോട് ചേർന്ന് ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ ഇതുപോലുള്ള അബദ്ധങ്ങളൊക്കെ പറ്റും. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ശ്രീ BB രാജേഷ്, ഇപ്പോൾ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ പറഞ്ഞു. ഇപ്പോൾ CPM-ന്റെ എല്ലാ നേതാക്കളും പറഞ്ഞത് മന്ത്രി എം മണി ഉപയോഗിച്ച ഈ ഭാഷ അതിനെ അവർ അംഗീകരിക്കുന്നില്ല, തള്ളി പറഞ്ഞിരിക്കുകയാണ്, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് അവരുടെ നിലപാട്. പിന്നെ മന്ത്രി മൂന്നാറിൽ പോയി മാപ്പ് പറഞ്ഞ് ഇപ്പോൾ സമരം ചെയ്യുന്ന സ്ത്രീകളെ എഴുന്നേൽപ്പിച്ചു വിടുക, അതിനോട് ഇതുവരെ യോജിച്ചിട്ടില്ല CPM നേതാക്കൾ. അത് ഇനി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമെന്ന് പറയുന്നു. മന്ത്രി ഈ പ്രസംഗത്തിൽ തന്നെ പറയുന്നുണ്ട് ഇക്കാര്യങ്ങളെല്ലാം, ഞാൻ ഈ പൊതുയോഗത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലും പറഞ്ഞിട്ടുണ്ട് എന്ന്. ആ യോഗത്തിൽ തന്നെയാണ് തീരുമാനമെടുത്തത് മൂന്നാറിൽ കയ്യേറ്റം ഒഴിപ്പിക്കുമ്പോൾ ഇതേ മന്ത്രിയോട് ചോദിച്ചിട്ട് വേണം ഒഴിപ്പിക്കൽ നടപടികൾ പൂർത്തിയാക്കാനെന്ന്. അപ്പോൾ ഈ മന്ത്രി പറഞ്ഞ ഇക്കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി ഉൾപ്പെടെ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. എന്നിട്ടാണ് മൂന്നാറിലേക്ക് സർവാധികാരിക്കാരനായി ഈ മന്ത്രിയെ നിയോഗിച്ചതും. മഞ്ജുഷേ, മൂന്നാർ കയ്യേറ്റം ഇനി ആൾക്കാർ ചർച്ച ചെയ്യാൻ പാടില്ല. മൂന്നാർ കയ്യേറ്റം ചർച്ച ചെയ്യുന്നതിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത് വിടാൻ വേണ്ടി നടത്തിയ ഒരു ഗൂഢാലോചനയാണ് മന്ത്രി. ഒരു പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകൾ കൈവിട്ടു പോയിരിക്കാം. ഇവിടെ തള്ളിപ്പറഞ്ഞു എന്നൊക്കെ ആനത്തലോട്ടൊക്കെ വളരെ വീരവാദം പറയുന്നില്ല. ഇത്രയെങ്കിലും വളരെ സൂക്ഷിച്ച് ഒരു 5 or 6 വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പിണറായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയെങ്കിലും പറയാതെ മുഖ്യമന്ത്രി കേരളത്തിലെ തെരുവോരങ്ങളിൽ ഇറങ്ങി നടക്കാൻ സാധിക്കുമോ? ഞാൻ മറ്റൊരു ചാനൽ ചർച്ചയിൽ ഗോമതി, സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഗോമതി, അവർ കൂടി പങ്കെടുത്ത ഒരു ചർച്ച കഴിഞ്ഞാണ് ഞാൻ വരുന്നത്. അവരൊക്കെ തന്നെ മന്ത്രി മണിയോട് പറയാ, മൂന്നാറിലേക്ക് താങ്കൾ ഒന്ന് വന്നു നോക്കൂ, ഞങ്ങൾ കാണിച്ചു തരാം. എന്താ ആനത്തലോത്തോടെ ഞാൻ ചോദിക്കട്ടെ, എന്താ പറഞ്ഞത്? വിവാഹം കഴിക്കാത്ത പെൺകുട്ടികൾ ഉൾപ്പെടെ നടത്തിയ പെമ്പിളയൊരുമ നടത്തിയ സമരം അന്തസ്സോടെയും അഭിമാനത്തോടെയും ദാരിദ്ര്യത്തിലാണെങ്കിലും ജീവിക്കുന്ന ഒരു ജനത നടത്തിയ സമരം. ആ സമരത്തിൽ രാത്രികാലത്തിൽ കാട്ടിൽ വേറെ പണിയായിരുന്നു എന്ന് പറഞ്ഞാൽ, കള്ളുകുടിയും മറ്റേ പണിയുമായിരുന്നു പറഞ്ഞാൽ, വിവാഹം കഴിക്കാത്ത ആ പെൺകുട്ടികൾക്ക് ഇനി സമൂഹത്തിൻ്റെ മുഖത്തെങ്ങനെ നോക്കാൻ സാധിക്കും? അവിടുത്തെ വീട്ടമ്മമാർ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും സമരത്തിന് അവരെ പറഞ്ഞുവിട്ട ഭർത്താക്കന്മാർ ഏത് കണ്ണിലൂടെയാണ് കാണുന്നത്? ഇത് പറയുന്ന ഒരു കള്ളുകുടിയനല്ല, റോഡിൽ നിന്ന് പറയുന്ന ഒരാളല്ല, സത്യപ്രതിജ്ഞ ചെയ്ത ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിയായത് പറയുന്നത്. ഇതേ മന്ത്രി ഇന്ന് രാവിലെ ഒരു സ്വകാര്യ ചാനലിനെ IAS ഉദ്യോഗസ്ഥനെ കുറിച്ച്, ശ്രീറാം വെങ്കിട്ടരാമനെ കുറിച്ച് അയാൾ ചെറ്റയാന്നാണ് പറഞ്ഞത്. ദേവികുളം സബ് കളക്ടർ ചെറ്റയാന്നാണ് പറഞ്ഞത്. യെസ്, ഈ ശ്രീറാം വെങ്കിട്ടരാമനെ കുറിച്ച് പിണറായി വിജയൻ എന്ന് പറയുന്ന ജനാധിപത്യ കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം ഈ IAS ഓഫീസറോട് ചോദിച്ചത് ഓരോ പരീക്ഷയും പാസ്സായി ഇങ്ങ് വന്നിരിക്കുകയാണെന്ന്. IAS റാങ്കിൽ പാസ്സായ അല്ല, ഈ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങളല്ല, ഈ പ്രസംഗത്തിലെല്ലാം പറഞ്ഞ കാര്യങ്ങൾ മന്ത്രി എം മണി ഉന്നതതല യോഗത്തിലും പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി ഇപ്പോൾ അദ്ദേഹത്തെ തള്ളിപ്പറയുന്നതിൽ വലിയ അത്ഭുതം തോന്നാനില്ല. അത് പൊതുജനത്തിന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പൊതുജനത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് മാത്രമാണ് CPM ഈ നിലപാടെടുത്തത്. മാത്രവുമല്ല, റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ ഒറ്റപ്പെട്ടു പോയി. ശ്രീറാം വെങ്കിട്ടരാമനെ അല്ല, അദ്ദേഹത്തെയും സബ് കളക്ടറെയും ഗോകുൽദാസിനെയും ഇടുക്കി ജില്ലാ കളക്ടറെയും വളഞ്ഞു വെച്ച് ആക്രമിക്കുകയായിരുന്നു ആ യോഗത്തിൽ.
റവന്യൂ മന്ത്രി ചന്ദ്രശേഖരൻ അവരെ പിന്തുണയ്ക്കാൻ പോയപ്പോഴേക്കും എം മണിയും ഈ പിണറായി വിജയനും ഉൾപ്പെടെയുള്ളവർ ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ഈ 2 IAS ഓഫീസർമാരോട് ശ്രീ വി രാജ, ശ്രീ ആനത്തലവട്ടം ആനന്ദൻ ഇതേ കാര്യങ്ങൾ തന്നെ ഇപ്പോൾ സബ് കളക്ടറുടെ കാര്യവും അദ്ദേഹം ഈ പ്രസംഗത്തിൽ പരാമർശിക്കുകയുണ്ടായി. സബ് കളക്ടറുടെ നേതൃത്വത്തിലും കള്ളുകുടി തന്നെയാണെന്ന് പറയുകയുണ്ടായി ശ്രീ എം മണി. അതോടൊപ്പമാണ് പൊമ്പിളൈ ഒരുമൈ സമരത്തിന്റെ കാര്യവും അദ്ദേഹം പറഞ്ഞത് കള്ളുകുടിയും മറ്റു കാര്യങ്ങളും അനാശാസ്യവുമാണ് നടന്നത് എന്ന്. ഇക്കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇദ്ദേഹം പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, താങ്കളോട് ആവർത്തിക്കുന്നില്ല. എന്നിട്ട് മുഖ്യമന്ത്രി ആ യോഗത്തിൽ ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. മാത്രമല്ല മുഖ്യമന്ത്രി മുഴുവൻ അധികാരങ്ങളും ശ്രീ എം മണിക്ക് കൊടുക്കുകയാണ്. പറയുന്നതിലാണുള്ള ഒരു വ്യത്യാസമുള്ളത്. ഇതൊക്കെ അവിടെ ചർച്ച ചെയ്തിരിക്കും. ഇതെല്ലാ അധികാരവും മണിക്ക് കൊടുത്തിരിക്കുന്ന ആരാ പറഞ്ഞത്? മുഖ്യമന്ത്രി പറഞ്ഞു. മണി അവിടുത്തെ MLA ആണ്, മന്ത്രിയാണ്. മണി എവിടുത്തെ MLA? മണി ഇടുക്കി ജില്ലയിലെ MLA അല്ല, ഇടുക്കിയിലെ എന്നുള്ള മന്ത്രി. ഉടുമ്പൻചോലിലെ MLA ആണ്, മന്ത്രിയാണ്. ഉടുമ്പൻചോല മഞ്ജുഷ് ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞോട്ടെ. അതിനുശേഷം